പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ. ഒരു ക്ഷണപ്രഭ കഥ. കഥയുടെ പേര് തുഗ്ലക്. പണ്ട് ഭാരത മഹാരാജ്യത്ത് ഒരു മഹാരാജാവ് വാണിരുന്നു. തുഗ്ലക്കിനേക്കാൾ കേമൻ. ബുദ്ധി കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും താനാണ് ദൈവമെന്ന് രാജാവിൻ്റെ പക്ഷം. മണിക്കൂറിൽ 60 പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ കുഴിച്ചിടാനായിട്ട് വലിയൊരു കിണറും തീർത്തിട്ടുണ്ട് രാജകൊട്ടാരത്തിനടുത്ത്. കിണർ ചത്തവരെ കൊണ്ട് നിറന്നു കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടും, അടുത്ത കിണർ കുഴിക്കും. കുറേ ഗൗതമന്മാരെയും ചർവാകന്മാരെയും അടിമകളെയും കൊന്ന് കുഴിയിലിട്ട് അടുത്ത കൊലയ്ക്ക് ആരെയും കിട്ടാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ തുഗ്ലക്ക് മനസ്സിൽ ഒരു ആശയമുദിച്ചു. എല്ലാ കർഷകരോടും ധാന്യങ്ങളെല്ലാം പണ്ടകശാലയിലും പിടിക്കുന്ന മത്സ്യവും മൃഗങ്ങളുടെ മാംസവും കൊട്ടാര പാചകപ്പുരയിലും എത്തിക്കാൻ കൽപ്പനയായി. കിങ്കരന്മാർ രാജ്യാതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലെല്ലാം പെരുമ്പറ കൊട്ടി അറിയിച്ചു. പ്രജകൾക്ക് തുഗ്ലക്ക് ബുദ്ധി കേട്ട് അന്ധപ്പെട്ടു. എല്ലാം എത്തിച്ചാൽ ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തുപോകില്ലേ? ചത്തുപോകണം. അങ്ങനെ ചത്തുപോയിട്ട് വേണം ഈ കുഴിയെല്ലാം നിറച്ച് മൂടുവാൻ. ഗ്രാമക്കാർ, പ്രജകൾ എല്ലാ ധാന്യങ്ങളും രാജകിങ്കരന്മാർ വഴി കൊട്ടാരത്തിലേക്ക് എത്തിച്ചു കൊടുത്തു. ഓരോരുത്തരായി ചത്തു തുടങ്ങി. കിണർ നിറഞ്ഞു തുടങ്ങി. പ്രജകളെല്ലാം തീർന്ന് കുഴി മൂടിക്കഴിഞ്ഞ് രാജാവ് സിംഹാസനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് ഒന്ന് മയങ്ങാന്ന് വെച്ചപ്പോൾ ഒരു മന്ത്രിപുങ്കവൻ പറഞ്ഞു, തിരുമനസ്സേ, ഈ കിട്ടിയ ധാന്യങ്ങളും മത്സ്യവും മാംസവും എല്ലാം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? രാജാവ് അയാളെ കൊല്ലുവാൻ വാളുയർത്തിയതാണ്. പക്ഷേ പെട്ടെന്ന് മിന്നൽ പോലെ ഒരു കുഞ്ഞു ബോധം തെളിഞ്ഞു. കൺമിഴിച്ച് സിംഹാസനത്തിൽ അമർന്നിരുന്നു രാജാവ്.